D1 ബ്ലോഗിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ അകത്തളങ്ങൾ ഭംഗി കൂട്ടുന്നതിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. ഇൻറ്റീരിയർ ഡിസൈനിങ് ഇന്നത്തെ കാലത്ത് വളരെ ചെലവ് കൂടിയ ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. ഇന്ന് പല രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഇൻറ്റീരിയർ വീടിൻ്റെ അകത്തളങ്ങൾ ഭംഗിയാക്കാറുണ്ട്. പക്ഷേ ഇൻ്റർലോക്ക് വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്കറിയാം, ഇൻ്റർലോക്ക് ബ്രിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ വീടിൻ്റെ നിർമ്മാണം ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ചുരുക്കാം, കുറച്ചൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ ഭംഗിയാക്കാൻ ചില ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരം വീടുകൾ നമുക്ക് ഭംഗിയാക്കി കൂട്ടാൻ പറ്റും. അപ്പോൾ അത് എന്തൊക്കെ രീതികൾ ഉപയോഗിച്ച് ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ വീടുകൾ അകത്തളങ്ങൾ നമുക്ക് എങ്ങനെ ഭംഗി കൂട്ടാമെന്ന് നമുക്ക് നോക്കാം. ഈ വീട്ടിൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇത്. നമ്മൾ നിർമ്മാണ ഘട്ടത്തിൽ നമ്മളിവിടെ ചിലൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ റൂമിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനത്തെ സ്ക്വയറായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ അവിടെ ഒഴിച്ചിട്ടതാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ ബോർഡ് വർക്ക് ചെയ്തതാണ്. എൻ്റെ ബാക്ക് ഭാഗം ഇതിപ്പോൾ എൻ്റെ ഒരു ബെഡ്റൂമിൻ്റെ ഒരു ജനവാതിലിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കണ്ടില്ല, ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ അടിയിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് LED ബൾബ് വെച്ച് ഇതിലെന്തെങ്കിലുമൊക്കെ ഫ്ലവർ വേസൊക്കെ വെച്ച് നമുക്ക് ഇതിനെ ഭംഗി കൂട്ടാം. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിലേക്ക് LED വയ്ക്കാനുള്ള കണക്ഷനൊക്കെ നമുക്ക് എത്തിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചെയ്യാനുള്ളത് നമുക്കിതിനകത്ത് ഫുൾ ഹോളായിട്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ ബാക്കിൽ ബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതായത് സിമെൻറ്റ് കമ്പി ഉപയോഗിച്ച് ബോർഡ് വർക്ക് 1 ഇഞ്ച് കനത്തിലുള്ള ബോർഡ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഇതിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെ ആയിരിക്കുന്നത്. ഫുൾ ഹോൾ ഇടുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം. ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ റൂമിൽ ചെയ്തതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ നോക്കാം അങ്ങനെ ഇരിക്കുന്നു. കണ്ടല്ലോ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു രൂപത്തിലാണ് വരിക. ഇതിൻ്റെ ബാക്ക് ഭാഗമാണ്. ഞാൻ ബോർഡ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ബാക്ക് ഭാഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഞാൻ നോക്കാം. ഇവിടെ ഈ ഹോൾ ഇതുപോലെ ഒരു ചതുരത്തിലൊരു ഹോൾ ഉണ്ടാക്കിയാണ്. ഇതിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ LED ഫിറ്റാക്കി നമുക്ക് ഭംഗിയായിട്ട് എന്തെങ്കിലും വെക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം ചെയ്ത് നോക്കാം. ഈ ബോർഡ് വർക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കതൊന്ന്. അതിൻ്റെ ബാക്ക് ഭാഗത്ത് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ആ ഭാഗം. അപ്പം ഞാനത് അവിടെ പ്ലാസ്റ്റർ ചെയ്ത് ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ അതേ രീതിയിൽ ഗ്രൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിത് പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് ഒരേ കളറിൽ ആക്കി മാറ്റാൻ പറ്റും. ഇതിങ്ങനെ ഗ്രൂ ചെയ്ത് അതേപോലെ ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനത്തെ സ്ക്വയർ ചെയ്യാം, ഹോൾ ചെയ്യാം. ഇത് സ്ക്വയർ മാത്രമല്ല, ഇത് ഡയമണ്ട് ആകൃതിയിലോ പല രീതിയിൽ നമുക്ക് ചുമരിൻ്റെ ചില ഭാഗങ്ങൾ റൂമുകളുടെ അകത്തൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിൽ പോലെ വാൾഡ്രോബ്സൊക്കെ നമുക്ക് ഇവിടെ എല്ലാം ബോർഡ് വർക്ക് ചെയ്താണ്. ഇതൊക്കെ ബാക്ക് ഭാഗം. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കുക. ഇതൊക്കെ നമുക്ക് പ്ലാസ്റ്റർ ചെയ്ത് ഈ ബ്രിക്കിൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഇത് നമുക്ക് പർഗോള. ഇത് നമ്മളിൻ്റെ വീട്ടിൽ ചെയ്താണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തതാണ് പർഗോള. ഇത് നമുക്ക് ഇൻ്റർലോക്ക് ബ്രിക്കിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പല ഡിസൈനിൽ നമുക്ക് ചെയ്യാവുന്ന. ഇതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ ഈ അടിഭാഗത്തൊക്കെ ലൈറ്റുകൾ ഉള്ള പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് വെച്ചിട്ട് ബാക്കിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ പർഗോള നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് പല ഡിസൈനിലും നമുക്ക് ഏത് ഡിസൈനിലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാ രീതിയിലും നമുക്ക് ആർച്ച് രൂപത്തിലോ നമുക്ക് നമുക്ക് വാതിലിൻ്റെ മുകളിൽ ആർച്ചുകൾ ഇതൊക്കെ നമുക്ക് ഈ ഇൻ്റർലോക്ക് ബ്രിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റെയർ കേസാണിത്. സ്റ്റെയർ കേസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ സ്റ്റെയർ കേസിൻ്റെ ഓരോ സ്റ്റെപ്പുകളിലും ഇങ്ങനെ ഹോളുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റ് കാണിച്ചു തരാം. കണ്ടല്ലോ, അതൊക്കെ ഓരോ സ്റ്റെപ്പിൻ്റെ മുകളിലും ഇതേപോലെ
ചതുരത്തിലുള്ള ഹോളുകളുണ്ട്. ഇതൊക്കെ ബാക്ക് ഭാഗം പിന്നെ ബോർഡ് വർക്ക് ചെയ്ത് അടച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സ്റ്റെപ്പിൻ്റെ മുകളിലും ചെയ്താണ്. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിപ്പോൾ ഓരോ ഭാഗങ്ങളിൽ നോക്കിയാൽ നമുക്ക് ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കിച്ചണിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ ആരും സ്ലാബ് വാർക്കാറില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ബോർഡ് വർക്ക് പിന്നെ മൾട്ടിവുഡ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കിച്ചൺ ബോക്സുകളും അതിൻ്റെ ഇതൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ നമുക്കറിയാം ഇത് ചിലവ് ചുരുക്കിയ ഒരു വീടാണ്, ഇൻ്റർലോക്ക് വീടാണ്. അപ്പോൾ നമുക്ക് ചിലവ് ചുരുക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ പിന്നെ ഈ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും സ്ലാബാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാനത് എൻ്റെ വീട് മൊത്തം സ്ലാബ് പിന്നെ ഈ കോൺക്രീറ്റ് വർക്ക് മൊത്തം കോൺട്രാക്റ്റ് കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർക്കും കോൺക്രീറ്റിൻ്റെ എല്ലാ വർക്കും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് എനിക്കിതിന് പ്രത്യേകിച്ചൊരു ചിലവൊന്നുമില്ല. ഇപ്പോൾ സ്ലാബും മറ്റ് സ്റ്റെയർ കേസുകളും ഇതൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ പെട്ട ഈ കോൺക്രീറ്റ് വർക്കിൽ മൊത്തം ഞാൻ ലേബർ കോൺട്രാക്റ്റ് കൊടുത്താണ്. അപ്പോൾ അതെല്ലാം നമ്മൾ അഗ്രിമെൻ്റ് ഏരിയയാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് ഇതിനായിട്ട് പ്രത്യേക ചിലവുകളൊന്നുമില്ല. നമുക്കിതിൻ്റെ കമ്പിയും സിമെൻറ്റും അതുപോലെ എംസാൻഡിൻ്റെ ഒക്കെ ചിലവുള്ളൂ. അപ്പോൾ ഇതും ഇതും ഇന്ത്യൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഇതും പിന്നെ സ്ലാബ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഭംഗിയാക്കാനുള്ള ടെക്നിക്കുകൾ നമുക്കറിയാം. അതിപ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഫിനിഷിംഗ് ആക്കി കൊണ്ടുവരാവുന്നതാണ്. ഇത് ഇപ്പോഴത്തെ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇതെല്ലാം കുറേ ഭാഗത്ത് ഇതേപോലെ ബോർഡ് വർക്കുകളുണ്ട്. പിന്നെ ഇതൊരു കയറി വരുന്ന ഹാളിലുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വീടിൻ്റെ അകത്തളങ്ങൾ ഭംഗിയാക്കാവുന്നതാണ്. ഇത് കുറച്ച് ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപൂർണതയിൽ എത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാം ഇതിപ്പോൾ ഒരു സ്ട്രക്ചർ വർക്ക് ആയിട്ടുള്ളൂ. ഇത് എൻ്റെ റൂമിൽ എല്ലാ ഭാഗത്തും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ നിർമ്മാണ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു ഫ്രെയിമൊക്കെ കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനത്തെ ചതുരത്തിലല്ല, ഡയമണ്ട് ആകൃതിയിലോ സർക്കിൾ ആകൃതിയിലോ അത് ഏത് രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ള അത് ചെയ്യാനറിയുന്ന പടവുകാർ വേണം. നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് അറിവ് വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ നമുക്ക് ഇത് തുടക്കത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ഒരു ഫിനിഷിംഗ് ആക്കി വരുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് അന്ന് റൂമുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ പടവ് നടത്തുന്ന സമയത്ത് നമ്മൾ ഭിത്തിയൊക്കെ കെട്ടുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അധികം ചിലവില്ലാതെ നമ്മുടെ റൂമുകൾ അങ്ങനെ ഭംഗിയാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ട് വീട് തയ്യാറാക്കുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീട് അതിൻ്റെ അകത്തളങ്ങൾ ഭംഗിയാക്കാം. അതോടുകൂടി നമുക്ക് നമ്മുടെ വീടിൻ്റെ മൊത്തം നിർമ്മാണ ചെലവ് നമുക്ക് ചുരുക്കാൻ പറ്റും. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ വീടിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഇത് മാത്രമല്ല, ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിർമ്മാണ ഘട്ടത്തിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് വെക്കണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ എന്ത് ചെയ്യും അവിടെ എന്ത് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതല്ല, നമ്മൾ വീട് പണി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ആലോചിച്ച് ഡിസൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നിർമ്മാണ ഘട്ടത്തിൽ ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.